പ്രൈസറോ ജേനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മളായിരിക്കുന്നത് സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ നെറുനെറ്റിയില്, പ്രത്യേകിച്ച് ജെറുസലേം ധ്യാനമതത്തിലെ GGM-ന്റെ 1-ാം ദിവസത്തിലാണ് ആയിരിക്കുന്നത്. ഇന്ന് ഭാരത സുവിശേഷത്തിന് വേണ്ടി കത്തിജ്വലിക്കാൻ വേണ്ടി ഒരു പുതിയ ശുശ്രൂഷ ഏറ്റെടുത്ത് അതിനുവേണ്ടി ഒരുങ്ങിയ ഒരു ഹാളാണ്. നമുക്ക് അതിനെ കുറിച്ചിട്ട് എൽവിസ് ബ്രദറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൽവിസ് ബ്രദർ അതിനെക്കുറിച്ച് സംസാരിക്കും. ബ്രദറെ, ഈ ഒരു ശുശ്രൂഷ, പ്രത്യേകിച്ച് ഈ സ്റ്റാള് പ്രോസസ് ഫോർ ഇന്ത്യ എന്ന ഒരു മൂവ്മെന്റിന്റെ സ്റ്റാള് വെച്ചതിനുള്ള ഉദ്ദേശം എന്താണ്? വെച്ചതിന്റെ ഉദ്ദേശം, നമ്മള് ഇത് ആക്ച്വലി ഒരു 2 വർഷം മുമ്പ് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഭാരതത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി മിഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് എന്താന്നുള്ളൊരു പ്രാർത്ഥന നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. മാതാവ് തരുന്ന ഒരു ഇൻസ്പിറേഷൻ ആണ്. ഓരോ ആത്മാക്കൾക്ക് വേണ്ടി ഒരു ജപമാല കിട്ടും. അങ്ങനെ 150 കോടി ജപമാല കളക്ട് ചെയ്യാന്നുള്ളതാണ്. ശരിക്കും ഇന്ത്യയില് 150 കോടി ജനം എന്ന് പറഞ്ഞാൽ മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി, ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, അപ്പൊ എല്ലാവരും കിട്ടും. അവർക്ക് ദൈവത്തിന്റെ സ്നേഹവും അനുഗ്രഹവും ലഭ്യമാകും. കൂടാതെ ഭാരതസഭ, ഭാരതത്തിലെ എല്ലാ കുടുംബങ്ങളും, യുവതി യുവാക്കള്, പിന്നെ രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ ഉന്നമനത്തിന് വേണ്ടി, സൈനികമായ സംരക്ഷണത്തിന് വേണ്ടി, പ്രകൃതി ദുരന്തങ്ങളിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടി, പിന്നെ കൃഷി തൊഴിലാളി, ഇവരെല്ലാവർക്കും ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സഭയുടെ ഐക്യം, സഭയുടെ വിശുദ്ധീകരണം, ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ വിശ്വാസത്യാഗത്തിന്റെ വലിയൊരു പരീക്ഷണത്തിൽ കടന്നു പോകും. അപ്പൊ ആ വിശ്വാസത്യാഗം പിടിച്ചു നിർത്താൻ വേണ്ടി, പിന്നെ കുടുംബങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധാരണ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് കുടുംബങ്ങൾ. അപ്പൊ കുടുംബങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി അങ്ങനെയാണ് ഈ സ്റ്റാൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ വേറൊരു സംഭവം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞാനോടൊപ്പം ഉള്ളതാണ് ഈ സ്റ്റാളില്, ഈ ഒരു 5 മിനിസ്ട്രി നമ്മളൊരു കൂട്ടായ്മയെ കുറിച്ച് പറയുന്നു. ഇത് സാധാരണ ഒരു മിനിസ്ട്രി കൊണ്ടുപോകാൻ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എത്ര വർഷമായി ഈ ഒരു മിനിസ്ട്രി കൂട്ടായ്മ ഒരുമിച്ച് കൂടാറുണ്ട്? ഇത് തുടങ്ങിയിട്ട് 6 വർഷമായി. നമ്മള് 5 മിനിസ്ട്രി, ഫിയാത്ത് മിഷൻ, ഇന്റർസെഷൻ ഫോർ ഇന്ത്യ, പിന്നെ ഫെലോഷിപ്പ് മിനിസ്ട്രി, സാന്ത്വന കമ്മ്യൂണിറ്റി, ഡിവൈൻ മെഴ്സി ഫെലോഷിപ്പ്, ഇങ്ങനെ 5 മിനിസ്ട്രികൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു 6 വർഷമായി നമ്മൾ പ്രാർത്ഥിക്കുക. ഭാരതത്തിന് വേണ്ടി പല മിഷനുകൾ ചെയ്തിട്ടുണ്ട്. ജെറിക്കോ പ്രാർത്ഥന നടക്കുന്നുണ്ട്. പിന്നെ കുറെ ഭാരതത്തിൽ ചുറ്റും നടക്കുന്ന ഓരോ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അങ്ങനെ ഈ 5 മിനിസ്ട്രികൾ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു പ്രോജക്റ്റ് ഒരു മൂവ്മെന്റ് ആയിട്ട് വന്നു. ഇന്നിപ്പോ 150 കോടി എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു, ഞെട്ടലായിരുന്നു. നമുക്കൊരു മാനുഷിക തലത്തിൽ സാധ്യമല്ലാന്നുള്ള കാര്യമാണ്. പക്ഷെ അത് പ്രാർത്ഥന എന്നുള്ളത് ദൈവികമാണെന്ന് മനസ്സിലാകും. പക്ഷെ ഇന്ന് വലിയൊരു കുറെ ആൾക്കാരെ കൂടി ചേർന്നു, ഒരു വലിയൊരു മൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ സ്റ്റോളർ ഒത്തിരി കോൺഗ്രിഗേഷൻസിലെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്. പിതാക്കന്മാർ അതിനെ ബ്ലസ് ചെയ്തു. അങ്ങനെ ഇന്നൊരു വലിയ മൂവ്മെന്റ് ആയി. ഇനി ഒരു 3 വർഷത്തിനകത്ത് അത് പൂർത്തീകരിക്കപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. ഏകദേശം ഒരു 5 മിനിസ്ട്രി 6-7 വർഷത്തോളമായി കഠിന പ്രയത്നം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കാലാവസ്ഥ നോക്കാതെ ഇന്ത്യയുടെ ഓരോ മുക്കുമൂലയിലും വാഹനം ഓടിച്ച് ജപമാല ചൊല്ലി, ഒപ്പം തന്നെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ജെറിക്കോ പ്രാർത്ഥനകൾ നടത്തി. അങ്ങനെയാണ് ഈ പ്രോസസ് ഫോർ ഇന്ത്യയുടെ എന്താ പറയാ വലിയൊരു മെസ്സേജ് നമുക്ക് ലഭിക്കാം. നമുക്ക് ഈ മെസ്സേജിലൂടെ ദൈവം ആഗ്രഹിക്കുന്നുള്ളത് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. നേരത്തെ വേറൊരു സംശയം നമ്മൾ പ്രകടിപ്പിച്ചു, ഒരു ഞെട്ടലോടെ, അല്ലെങ്കിൽ ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളത്. നമ്മളിത് ആരംഭം കുറിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ ശുശ്രൂഷ പോയിക്കൊണ്ടിരിക്കുന്നത്? ആരംഭം കുറിച്ചിട്ട് നമ്മള് കൽക്കത്ത ജെറിക്കോയുടെ സമയത്താണ് നമുക്കിത് കൂടി ശക്തമായി വരികയും നമ്മളത് ആദ്യം ഇതൊരു ഭയമുണ്ടായി, ഇതൊക്കെ നടക്കുമെന്ന്. പക്ഷെ അത് അന്ന് വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതി അത് മനസ്സിലാകുകയും നമ്മൾ അതിനു വേണ്ടി ആരംഭിക്കണം. അതിനുശേഷം ഇന്നിപ്പം പല കോൺഗ്രിഗേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
2 ലക്ഷം 4 ലക്ഷമൊക്കെ ജപമാല ചെല്ലുന്ന പണിഫിക്കേഷൻസ് നമ്മുടെ കൂടെയാണ്. അപ്പൊ ഇങ്ങനെ അനേകർ ചേർന്ന് അനുസരിച്ച് പല പല മിനിസ്ട്രീസ് ഇതിന്റെ കൂടെ ചേരുന്നു. അപ്പോ നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് 2029 അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഭാരതത്തിലൊരു 174 രൂപതകളുടെ പിതാക്കന്മാര് ഭാരതത്തെ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക എന്നുള്ളൊരു സ്വപ്നമാണ്. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൽ അപ്പൊ അങ്ങനെ നമ്മള് അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞു വരുമ്പം ഇതിനോട് ചേർന്ന് ആൾക്കാർ കുറെ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നത് പോലെ എല്ലാവരും ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണല്ലോ മിഷൻ ചെയ്യുന്നത്. പക്ഷെ ഇത് വരുമ്പോ യൂണിറ്റി വരും, ഐക്യത്തിന്റെ ആത്മാവ്. ഇതിങ്ങനെ നമ്മളെ പെർട്ടിക്കുലർ ആളെന്ന് പറഞ്ഞിട്ടല്ല, ഇതൊരു മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഭാരതത്തെ മുഴുവൻ ജനങ്ങളെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യൽ ഗ്രേസ് വരുന്നതായിട്ട് കാണും. ഈ ഒരു ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ തരത്തിലുള്ള പത്രങ്ങളും ഇറക്കിയിട്ടുണ്ടോ? ഉണ്ട്. നമ്മളൊരു ന്യൂസ് ലെറ്റർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ന്യൂസസ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ഷാലോം ടിവിയുടെ ബെന്നിസാറാണ് അതിന്റെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ KCBC പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ ബിഷപ്പ് ചക്കാലക്കൽ പിതാവ് അതിൻ്റെ അകത്ത് അങ്ങനെ പ്രമുഖരായിട്ടുള്ള അനേകം പിതാക്കന്മാര് എല്ലാവരുടെയും ഒരു ആശംസകളോടുകൂടി നമ്മുടെ ന്യൂസ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഏകദേശം 10-12 പിതാക്കന്മാർ ഇതിനകത്ത് ഒരു ആശംസ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ മീഡിയയിലൂടെ ലോകം മുഴുവൻ കാണുമ്പോൾ ആളുകൾക്ക് ഇത് ചേരണമെന്ന് ആഗ്രഹമുണ്ടാവും. എങ്ങനെയാണ് ഇത് ചേരാൻ പറ്റുക? നമ്മളിതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, മാഗ്നിഫിക്ക എന്ന് പറഞ്ഞ ആപ്പ്. അത് എലോയിഡ് മാഗ്നിഫിക്ക എന്ന് അടിച്ചാൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഇടവക വഴി അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി വഴിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രെയർ കാർഡും, ആ കാർഡിലേക്ക് നമ്മൾ കാർഡ് മേടിച്ച് നമുക്ക് അതിനത് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് നമ്മളൊരു മാസത്തിൽ ഇത്ര ജപമാല ചെല്ലി എന്നുള്ള അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ഫോൺ നമ്പർ നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. ബ്രോഷർ ഉണ്ട്, ആ ബ്രോഷറിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നമുക്കിതിൽ കൊടുക്കും. പിന്നെ ആപ്പ് അതിന്റെ ബ്രോഷറിന്റെ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ആപ്പ് കിട്ടും. മാഗ്നിഫിക്ക എന്ന ആപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമുക്ക് 12 റോസറി വരെ അപ്ലോഡ് ചെയ്യാം. പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പൊ വളരെ കുറച്ച് പേരൊക്കെ അതിന്റെ ഫോൺ നമ്പർ അതിനാക്കും. അപ്പൊ അത് ആർക്ക് വേണില്ല, ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്നും ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്യാം. നമുക്ക് സുവിശേഷം കൊടുക്കാം. എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് ഭാരത സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ എന്തായാലും ലോകത്തിലെ എല്ലാ സ്ഥലത്തു നിന്ന് എനിക്ക് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാനൊരു ജപമാല ചെല്ലുമ്പോൾ അപ്പൊ ചിലപ്പോ ഒരു സുലൈമാനായിരിക്കും ചെല്ലുക, അല്ലെങ്കിൽ ഒരു ആളാഷണം ഉണ്ടാവും ചെല്ലുക, അല്ലേ? അപ്പൊ എല്ലാ മതസ്ഥർക്കും അതാണ് വീണ്ടും അത് വലിയൊരു നമ്മൾ ഇതിനകത്ത് നമ്മൾ പറയുന്ന ഓഫറാണ്. നമുക്കൊരു നിയോഗം ഉണ്ടല്ലോ, ആ നിയോഗം നമ്മള് അതിനുവേണ്ടി ഒരു ജവാന ചെല്ലും. നമ്മള് അത് ഭാരതത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഈ നിയോഗങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. ഈ 150 കോടി ചെല്ലുന്ന ആ നിയോഗത്തിലേക്ക് ഇത് വരും. അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ ആയാലും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ട. നമുക്ക് വേണ്ടി വലിയൊരു സമൂഹം വഴി നമ്മുടെ നിയോഗങ്ങൾ പെട്ടെന്ന് ദൈവസന്നിധിയിൽ കേൾക്കാനിടയും. അതിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. മുംബൈയിൽ ഒരു 100 പേരും കൂടി ഒരു ജപമാല ചെല്ലുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് 100 ജപമാലയുടെ പവർ ലഭിക്കുന്നു പറയാം. അതായത് ഇതിലിപ്പോ കോടിക്കണക്കിന് ജപമാല തരുന്നെങ്കിൽ ആ ഒരു പവർ എനിക്കും കിട്ടുന്നുണ്ട്. അതാണ് വലിയൊരു മൂവ്മെന്റ് ആയതുകൊണ്ട് ആ ഗ്രേസ് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ വ്യക്തിപരമായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ നിയോഗം വെക്കണ്ട. അപ്പൊ ഈ മൂവ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മള് ഇതിൽ പ്രത്യേകിച്ച് ഒരു മിനിസ്ട്രി ഒന്നും ഇല്ലാതെ നമ്മളെല്ലാരും ഒരു 5 മിനിസ്ട്രി ഒരുമിച്ച് കൂടിയെന്ന് മാത്രമല്ലോ, ഇതെല്ലാവരും ഒരുമിച്ചുള്ളതാ. ധ്യാനമന്ത്രമാണെങ്കിലും മിനിസ്ട്രി ആണെങ്കിലും എല്ലാവരും. ജെറുസലേം ധ്യാനമന്ത്രത്തിൽ അപ്പൊ ഈ എക്സിബിഷൻ ഹോള് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിയാത്തും മിഷൻ ഇവിടെ എല്ലാവരും ഉണ്ട്. ഈ GGM-നെ കുറിച്ച് എന്താ പറയുള്ളത്? GGM-നെ കുറിച്ചിട്ട് GGM നമുക്കറിയാമല്ലോ, ഇന്ന് ഭാരതത്തിലേക്ക് ഈ മിഷൻ കേരളത്തിലെ ആൾക്കാർക്ക് അത്ര അവയർനെസ് ഉള്ള ഒരു കാര്യമല്ല. അത് വലിയൊരു നീഡാണ്. 2017 മുതലുണ്ട്. അതെ. അപ്പൊ ഇത് മിഷൻ അവയർനെസ് ഉണ്ടാകാൻ വലിയൊരു സഹായകമാണ്. ആൾക്കാരെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്നും ഇതിനൊരു ആവശ്യമുണ്ടെന്നൊക്കെ ആൾക്കാർ അറിയുന്നത് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും പേര് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള ആൾക്കാർ മനസ്സിലാക്കുന്നതൊക്കെ ഇത് വഴി. അപ്പോൾ വലിയൊരു ഗ്രേറ്റ് മിഷൻ അവയർനെസ് ഉണ്ടാവും GGM വഴി. അത് ശരിക്കും അഡ്മയറിലുള്ള മുന്നേറ്റമല്ലേ? എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളിനി നീണ്ടു പോകുന്നില്ല, ഇതിന്റെ ഒരുപാട് വീഡിയോസ്
ഈ GGM-നെ കുറിച്ച് പിന്നീട് വരുന്നതായിരിക്കും. എന്തായാലും ഇന്ന് നമ്മോടൊപ്പം വന്ന എൽവിസ് ബ്രദർ, ഒപ്പം തന്നെ അവരുടെ മിനിസ്ട്രി, നമ്മുടെ 5 മിനിസ്ട്രി അംഗങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ GGM-ന്റെ കോർഡിനേറ്റേഴ്സും എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയാണ്. വീണ്ടും നമുക്ക് കാണാം.